السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. والعقل كالروح ولكن قرروا فيه خلافا فانظر ما فسروا. റൂഹ് പോലെ തന്നെ അദൃശ്യ കാര്യങ്ങളിൽ പെട്ടതാണ് അക്കല് അഥവാ മനുഷ്യന്റെ ബുദ്ധി. അക്കലിന്റെ വിഷയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതില്ല എന്നതാണ്. എന്നാൽ ചില പണ്ഡിതർ ബുദ്ധിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആഴത്തിൽ ചർച്ച നടത്തുകയും വ്യത്യസ്ത വീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ ഏറ്റവും നല്ല അഭിപ്രായം ചിന്താപരവും അല്ലാത്തതുമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്നതിന് ശരീരത്തെ പര്യാപ്തമാക്കുന്ന ആത്മീയമായ ഒരു പ്രകാശമാണ് ബുദ്ധി അഥവാ അക്കല് എന്നതാണ്. നിശ്ചയം മനുഷ്യ ശരീരത്തിൽ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയാത്ത അതിസൂക്ഷ്മമായ ഒരു ഘടകമുണ്ട്. അത് ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നു എന്ന നിലക്ക് അക്കല് എന്ന് വിളിക്കപ്പെടുന്നു. ശരീരത്തിന് ജീവൻ നൽകുന്നു എന്ന നിലക്ക് റൂഹ് എന്ന് വിളിക്കപ്പെടുന്നു. സ്നേഹം, കോപം തുടങ്ങിയ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു എന്ന നിലക്ക് നഫ്സ്, മനസ്സ് എന്നും വിളിക്കപ്പെടുന്നു. ഈ വിഷയത്തിലേക്കാണ് താഴെ പറയുന്ന വരിയിൽ ഇമാം ഇബ്രാഹിം അൽ-ഹഖാനി റഹ്മത്തുള്ളാഹി അലൈഹി വിരൽ ചൂണ്ടുന്നത്. വൽ അഖലു കർറൂഹി വലകിൻ ഖററു ഫീഹി ഖിലാഫൻ ഫൻദുർ മാ ഫസ്സറു. വൽ അഖലു കർറൂഹി, യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കാമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഖല് അഥവാ ബുദ്ധിയും റൂഹ് പോലെ തന്നെയാണ്. വലാകിൻ ഖററു ഫീഹി ഖിലാഫൻ, എന്നിരുന്നാലും നിപുണരായ പണ്ഡിതന്മാർ അഖലിന്റെ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫൻദുർ മാ ഫസ്സറു, നിശ്ചയം അവർ വിശദീകരിച്ച വിശദീകരണങ്ങളെ നീ നോക്കി മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ 3-ാം വാള്യത്തിൽ റുബുഉൽ മുഹ്ലിക്കാത്തിനെ വിശദീകരിച്ചിടത്ത് ഖൽബ്, അഖല്, നഫ്സ്, റൂഹ് എന്നിവയെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അത് നീ നോക്കി മനസ്സിലാക്കുക. അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.